JP അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കന്നിമാസം 8-ാം തീയതി മുതൽ 14-ാം തീയതി വരെ, അതായത് സെപ്റ്റംബർ 24 മുതൽ 30 വരെയുള്ള, സെപ്റ്റംബർ മാസം അവസാനം വരെയുള്ള ഒരാഴ്ചത്തെ വാരഫലമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി മേടക്കൂർ എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തികയുടെ 1-ാം പാദം, ഇതാണ് മേടക്കൂർ. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 6-ാം ഭാവത്തിലെ സൂര്യൻ, അതായത് 3, 6, 11 പാവഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ നല്ല ഫലമാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂര്യൻ ധനലാഭവും വിജയവും കാര്യലാഭവും ഉണ്ടാവുകയും, ശത്രുക്കൾ 6-ാം ഭാവമാണ്. അപ്പോൾ ശത്രുക്കൾ ഇല്ലാതാവുക അല്ലെങ്കിൽ പരാജയപ്പെടുക, അങ്ങനെയുള്ള ഒരു സാഹചര്യം വരാം. എന്നിരുന്നാലും 27-ാം തീയതി വരെ മീനത്തിലും അത് കഴിഞ്ഞ് മേടത്തിൽ, അതായത് ജന്മരാശിയിലും സൂര്യൻ നവാംശകം ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് 12-ാം ഭാവത്തെ സ്ഥാനവുമാണ് മീനൻ രാശി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റേതായ ചില അപാകതകളും ഈ ആഴ്ച കുറയും എന്നുള്ളത്. പിന്നെ 5-ാം ഭാവാധിപത്യവും സൂര്യനുണ്ട്. അപ്പോൾ സന്താനങ്ങളുടെ വിഷയത്തിൽ ചില മനപ്രയാസങ്ങളൊക്കെ വരാം. കാരണം ഈ 12-ാം ഭാവം എന്ന ഒരു അവസ്ഥയിൽ അംശം ചെയ്യുന്നത് കൊണ്ട്. ജന്മരാശി സൂര്യൻ്റെ ഉച്ചരാശി ആയതുകൊണ്ട്, അതായത് മേടത്തിൽ അംശം ചെയ്യുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മേടം ആദിത്യൻ്റെ ഉച്ചരാശി. അതുകൊണ്ട് തന്നെ ചില ഗുണങ്ങളും ഈ ആഴ്ച ആദിത്യനെ കൊണ്ട് ലഭിക്കും എന്നുള്ളതാണ്. സൂര്യനെ സംബന്ധിച്ച് പറയുമ്പോൾ പിതാവ്, അതുപോലെ സർക്കാർ സംബന്ധമായ കാര്യങ്ങൾ, വൈദ്യകാരകനും കൂടിയാണ്. അപ്പോൾ അത്തരത്തിലൊക്കെ പഠിക്കുന്നവർ, ഇങ്ങനെയൊക്കെ ഉള്ളവർക്കെല്ലാം അതിൻ്റേതായ ഒരു ഗുണം ലഭിക്കും. 24, 25 തീയതികൾ വളരെ നല്ലതാണ്. കാര്യലാഭം, വസ്ത്രലാഭം, സുഖം എന്നിവയൊക്കെ ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. 3-ാം ഭാവത്തിലാണ് ചൊവ്വ. അത് എന്തിനേയും നേരിടാനുള്ള ഒരു ആത്മധൈര്യം നൽകുന്ന ഒന്നാണ്. ഇളയ സഹോദരങ്ങളുടെ കാര്യത്തിൽ അല്പം അപാകതയോ അല്ലെങ്കിൽ അല്പം അകൽച്ചയോ ഒക്കെ വരാം. 12-ാം ഭാവത്തിൽ ചൊവ്വ അംശകം ചെയ്ത് നിൽക്കുന്ന ആഴ്ചയാണ്. അതുകൊണ്ട് തന്നെ നഷ്ടസാധ്യതകളും ഉണ്ടാകാം. ചൊവ്വ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഭൂമി സംബന്ധമായ കാര്യങ്ങൾ, അതുപോലെ മീനൻ രാശിയിൽ 12-ാം ഭാവത്തിൽ അംശം ചെയ്യുക എന്ന് പറയും മത്സ്യകൃഷി, അതുപോലെ ജലവിഭവങ്ങൾ, ലിക്വിഡായിട്ടുള്ള സാധനങ്ങൾ, പാനീയങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ ബിസിനസ്, ഉൽപ്പാദനം, അങ്ങനെയൊക്കെ നടത്തുന്നവർ, ഇവർക്കൊക്കെ ഈ ആഴ്ച വലിയ പുരോഗതിയൊന്നും ഉണ്ടാകത്തില്ല. അല്പം നഷ്ടസാധ്യതകളൊക്കെ വരാം. അതാണ് സൂചന. 6-ാം ഭാവമാണെങ്കിലും ഉച്ചരാശിയിലെ ബുധൻ കാര്യജയവും ധനാഗമനവും ഉയർച്ചയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഗുണമുണ്ട്. അതുപോലെ ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും ഒക്കെ ഒരല്പം കലഹം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. വിദ്യാഭ്യാസം മൂലം സ്വന്തം പരിശ്രമം കൊണ്ട് വിജയത്തെ പ്രാപിക്കാനുള്ള ഒരവസരം കൂടി ഉണ്ടാകും. ചിലവ് വർദ്ധിക്കും. ഭാഗ്യാധിപനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളത് ഉന്നത വിദ്യാഭ്യാസത്തിനും ജോലിക്കുമൊക്കെ വളരെ നല്ല കാര്യം. 2-ലെ വ്യാഴം കുടുംബസുഖവും ധനലാഭവും നൽകുന്ന ഒരു കാര്യമാണ്. 2-ാം ഭാവം എന്ന് പറയുമ്പോൾ വാക്ക്, ധനം, കുടുംബം, ഇങ്ങനെയൊക്കെയുള്ള കാര്യം. പക്ഷേ 6-ാം ഭാവത്തിൽ കന്നി അംശകം ചെയ്യുന്ന ഒരു സ്ഥിതി വരുന്നത് കൊണ്ട് വിചാരിച്ചതുപോലുള്ള ഗുണം ഈ ആഴ്ചയിൽ പ്രതീക്ഷിക്കാനില്ല എന്നതാണ് ധനപരമായ കാര്യം. അതുപോലെ അനുഭവയോഗം കുറയും. അതാണ് 6-ാം ഭാവത്തിൽ വ്യാഴം ഏതെങ്കിലും തരത്തിലൊരു ബന്ധം വന്നാൽ, ഇവിടെ നവാംശക സ്ഥിതിയാണെന്നുള്ളതേ ഉള്ളൂ. 7-ലെ ശുക്രനാണെങ്കിൽ സുഖത്തിന് കുറവ് വരും. ശുക്രനെ സംബന്ധിച്ച് പറയുമ്പോൾ സ്ത്രീകളാണ്. അത് വീട്ടിലെ സ്ത്രീകൾ, അമ്മയായാലും ഭാര്യയായാലും ആരായാലും സ്ത്രീകളെ സംബന്ധിക്കുന്ന കാര്യം, ഭൗതിക സുഖങ്ങളെ സംബന്ധിക്കുന്ന കാര്യം, ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ 7-ാം ഭാവത്തിൽ ശുക്രൻ വരിക എന്ന് പറയുമ്പോൾ 7-ാം ഭാവം കളത്രസ്ഥാനം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കളത്രവുമായി, അതായത് ഭാര്യയുമായി ഒരല്പം അകൽച്ചയോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമോ ഏതെങ്കിലും കാരണവശാൽ 7-ലെ ശുക്രൻ സുഖത്തിന് കുറവുണ്ടാക്കും എന്നതാണ്. ഒരുപക്ഷെ ഒരു സ്ത്രീകളുമായിട്ടൊക്കെ, മറ്റ് സ്ത്രീകളുമായിട്ടായാലും കുടുംബത്തിലെ മറ്റ് സ്ത്രീകളുമായിട്ടായാലും ചില അകൽച്ചയോ ഒക്കെ വരാനുള്ള സാധ്യതയും ആകാം. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ശുക്രൻ സ്വക്ഷേത്രത്തിലാണ്. അതുകൊണ്ട് തന്നെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എന്നാലും 27-ാം തീയതിക്ക് ശേഷം അത്ര മെച്ചമൊന്നും ആയിരിക്കും. 10-ാം ഭാവമായ മകരത്തിൽ അംശകം ചെയ്തു വരുന്ന ഒരു കാലഘട്ടമാണ്. പിന്നെ മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് 11-ാം ഭാവത്തിലെ ശനിയാണ്. അതിപ്പോൾ സർവകാര്യ വിജയം, ധനലാഭം, ഇങ്ങനെയൊക്കെ പറയുമ്പോഴും
ജന്മരാശിയിൽ അംശം ചെയ്താണ് ശനി നിൽക്കുന്നത്. മേടൻ രാശി എന്ന് പറയുമ്പോൾ ശനിയെ സംബന്ധിച്ച് അത് നീചരാശിയുമാണ്. അപ്പോൾ അന്യദേശവാസം, സ്വജനങ്ങളുമായിട്ട് ഒരകൽച്ച, അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ, അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസമായ 29, 30 തീയതികളിലൊക്കെ മനസ്സിന് അല്പം പ്രയാസവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇടവൻ രാശിയിലേക്ക് പോയാൽ, ഇടവം രാശി എന്ന് പറയുമ്പോൾ കാർത്തികയുടെ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരത്തിൻ്റെ 1, 2 പാദങ്ങളും ചേർന്നാണല്ലോ ഇടവൻ രാശി. 5-ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ 5-ാം ഭാവം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സന്താനങ്ങളെ സൂചിപ്പിക്കും, മനസ്സിനെ സൂചിപ്പിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇച്ചിരി മനോവിഷമമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും. എന്നാലും സൂര്യനും ബുധനും യോഗം ചെയ്ത് നിൽക്കുക, കന്നിരാശിയിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഉന്നത വിദ്യാഭ്യാസത്തിന് സഹായകരമാണ്. സൂര്യൻ വൈദ്യകാരകൻ കൂടിയാണ്. അപ്പോൾ സർക്കാർ സേവനത്തെ സൂചിപ്പിക്കുന്നത് കൂടി ആയതുകൊണ്ട് മെഡിസിന് ഉപരിപഠനം നടത്തുന്നവരാകാം, സർക്കാർ സംബന്ധമായ സേവനം നടത്തുന്നവരാകാം, അതുമല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഷയത്തിൽ ഉപരിപഠനം നടത്തുന്നവരാകാം, മാത്സ് പ്രധാന വിഷയമായി എടുത്ത് പഠിക്കുന്നവരാകാം, CA-ക്കാരാകാം, CA-ക്ക് പഠിക്കുന്നവരാകാം. ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് നല്ല സമയമാണ്. അതുപോലെ 11-ാം ഭാവാധിപനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കന്നിരാശിയിൽ വരുന്നത് അതും ലാഭത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 27-ാം തീയതി മുതൽ നീചരാശിയിൽ ബുധൻ അംശകം ചെയ്ത് വരുന്ന ഒരു സമയമാണ്. ആ സമയം അത്ര മെച്ചമായിരിക്കണമെന്നില്ല. പിന്നെ 2-ാം ഭാവത്തിലാണ് ചൊവ്വ. 7, 12 ഭാവാധിപനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ പങ്കാളിയുമായിട്ടുള്ള പ്രശ്നം, 7-ാം ഭാവം എന്ന് പറയുമ്പം പങ്കാളി വരും, വിവാഹം വരും, മാർഗസ്ഥാനം വരും, അങ്ങനെ പലതും. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചൊവ്വയാകുമ്പോൾ വാക്കുതർക്കം, അതുപോലെ തന്നെ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം, കലഹം, ഇങ്ങനെയെല്ലാം സംഭവിക്കാം. അപ്പോൾ 2-ാം ഭാവത്തിലെ 2-ലെ ചൊവ്വ ആയതുകൊണ്ട് തന്നെ അത് കുടുംബപരമായിട്ടും ധനപരമായിട്ടും മെച്ചമാണ് എന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ 7-ൽ വ്യാഴം, കാരണം എന്ന് പറയുമ്പോൾ ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴമാണ് 7-ാം ഭാവമായ വൃശ്ചികത്തിലേക്ക് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വന്നാലും അതൊക്കെ രമ്യതയിൽ തീർക്കാനുള്ള ഒരു സാധ്യത വ്യാഴം നൽകും. അതാണ് ദൈവാധീനം എന്നൊക്കെ നമ്മൾ പറയും. കുടുംബത്തിൽ വാക്കുതർക്കമായിട്ട് സാമ്പത്തിക വിഷയം, അതുപോലെ സ്വത്ത്, ഷെയർ മുതലായ പ്രശ്നങ്ങൾ, പറഞ്ഞ വാക്ക് മാറ്റി പറയുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ 2-ലെ ചൊവ്വ ചിലപ്പോൾ ഉണ്ടാക്കിത്തരും. 24, 25 തീയതികൾ കുറച്ചൊക്കെ നല്ല ദിവസങ്ങളായിരിക്കും. അതുപോലെ ചന്ദ്രനും ചൊവ്വായുമായി ഒരു ബന്ധം വരുന്നുണ്ട്. മിഥുനത്തിൽ നിൽക്കുന്ന ചൊവ്വായ്ക്ക് ചന്ദ്രനുമായിട്ടൊരു യോഗം വരിക എന്ന് പറയുമ്പോൾ ശശിമംഗള യോഗം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് ചൊവ്വായുടെ ദോഷങ്ങൾ ഭാഗികമായിട്ടൊക്കെ ഒന്ന് കുറയുകയും ഒന്ന് തണുക്കുകയും ഒക്കെ ചെയ്യും. കാരണം ചൊവ്വ ഇച്ചിരി ചൂടനും, അതുപോലെ തന്നെ അഗ്നിയെ സൂചിപ്പിക്കുന്ന ആളും ഇച്ചിരി കോപിഷ്ഠനുമൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് തണുപ്പിക്കാനൊക്കെയുള്ള സാഹചര്യം ഈ ചന്ദ്രൻ ഉണ്ടാക്കി തരും ഈ ആഴ്ച. ജന്മത്തിലെ വ്യാഴം സ്വാഭാവികമായിട്ടും ഗോചരത്തിൽ അത്ര വലിയ മെച്ചമൊന്നും ഉണ്ടാക്കത്തില്ല. അത് കാര്യനാശം ഉണ്ടാക്കാം, ബുദ്ധിമോശം വരാം, സ്ഥാനഭ്രംശം വരാം, ഇങ്ങനെയൊക്കെയുള്ള പല മോശമായ സാഹചര്യങ്ങളും ഉണ്ടാകാം. 5-ാം ഭാവത്തിൽ അംശകം ചെയ്യുന്നതും ദൃഷ്ടി ചെയ്യുന്നതും, കാരണം വ്യാഴത്തിന് 5-ാം ഭാവത്തിൽ ദൃഷ്ടിയുണ്ട്, 5-ൽ തന്നെയാണ് അംശകം ചെയ്യുന്നത്. അങ്ങനെയൊക്കെ വരുന്നത് നല്ല കാര്യമാണ്. കാരണം 5-ാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരിക എന്ന് പറഞ്ഞാൽ മനസ്സിന് സന്തോഷവും ഇഷ്ടവും, അതുപോലെ സുഖവും, സന്താനങ്ങൾക്കൊക്കെ വിചാരിക്കുന്ന തരത്തിലുള്ള ചില നല്ല അനുഭവങ്ങളുമൊക്കെ വരുന്ന ഒരു സാഹചര്യമാണ് ഈ 5-ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന്. ശുക്രന് 6-ൽ സ്വക്ഷേത്രവാനാണെങ്കിൽ, കാരണം ഇടവൻ രാശിയിൽ നിൽക്കുന്ന ഇടവൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തുലാം രാശി വരിക എന്ന് പറയുമ്പോൾ ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, 6-ാം ഭാവത്തിലാണ് ശുക്രൻ. അപ്പോൾ ശുക്രനെ സംബന്ധിച്ച് പറയുമ്പോൾ സ്വക്ഷേത്രത്തിലായതുകൊണ്ട് സ്വന്തക്കാരായ സ്ത്രീകളുമായിട്ട് വേണമെങ്കിൽ ചില കലഹങ്ങളും, അതുപോലെ ശത്രുതാപരമായ ചില പെരുമാറ്റങ്ങളും, അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ വരാം എന്നുള്ള. സ്ത്രീകൾ മൂലം മനോവിഷമവും കലഹവും ഒക്കെ ഉണ്ടാകുക, സുഖം കുറയുക, ഇങ്ങനെയൊക്കെയാണ് 6-ലെ ശുക്രനെ സംബന്ധിച്ചുള്ള ഫലം പറയും. രാഹു തുലാം രാശിയിൽ അംശകം ചെയ്തുകൂടി വരുന്നുണ്ട്. അപ്പോൾ മീനത്തിൽ നിൽക്കുന്ന രാഹു തുലാം രാശിയിൽ ശുക്രൻ നിൽക്കുമ്പോൾ അവിടെ രാഹു അംശകം ചെയ്ത് വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് രോഗത്തെ സൂചിപ്പിക്കുന്നതാകാം.
എന്നുള്ളതാണ്. അത് ഉദര സംബന്ധമായ കാര്യങ്ങൾ, അലർജി, വിഷസംബന്ധമായ പ്രശ്നം, അതുപോലെ ഫുഡ് പോയ്സൺ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച അത്ര മെച്ചമല്ല. പിന്നെ ശനിയെ സംബന്ധിച്ച് പറയുമ്പം സ്വാഭാവികമായിട്ടും 10ാം ഭാവത്തിലാണ്. അത് അധിക ചിലവുണ്ടാക്കും, അതുപോലെ തന്നെ കർമ്മദോഷവും ഉണ്ടാക്കും. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതേപടി അങ്ങ് ശരിയാകണം എന്നൊന്നുമുള്ള ഒരു സാഹചര്യം ഉണ്ടാകത്തില്ല. മിഥുനൻ രാശിയിലേക്ക് പോകുമ്പോൾ, മിഥുനൻ രാശി എന്ന് പറയുമ്പം മകയിരത്തിൻ്റെ 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർതത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേരുന്നതാണല്ലോ മിഥുനൻ രാശിക്കൂറുകാരൻ. മിഥുനൻ രാശിക്കൂറിന് 4ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. 4ാം ഭാവം എന്ന് പറയുമ്പം വീട്, വാഹനം, അതുപോലെ അമ്മ, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ് വരുന്നത്. അമ്മയുടെ ബന്ധുക്കാരെ, അമ്മാവനെ, അനന്തരവൻ, ഇങ്ങനെയൊക്കെ പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എളുപ്പവഴി പറയുമ്പോൾ 4ലെ സൂര്യൻ വീട്ടിൽ മിഥുനൻ രാശിക്കൂറുകാർക്ക് സ്വസ്ഥത കൊടുക്കത്തില്ല എന്നുള്ളതാണ്. അതുപോലെ യാത്രാ ദുരിതവും ഉണ്ടാകും. വീട്, വാഹനം എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ യാത്ര കൊണ്ട് പ്രയോജനം ഉണ്ടാകത്തില്ല. യാത്ര ചെയ്ത് അതിൻ്റെ പേരിൽ തന്നെ ഇച്ചിരി ദുരിതമൊക്കെ അനുഭവിക്കും, ഇച്ചിരി പ്രയാസങ്ങളൊക്കെ വരാം. ജന്മരാശിയിലെ ചൊവ്വ, മിഥുനൻ രാശിയിലാണല്ലോ ചൊവ്വ നിൽക്കും, ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും. 6ാം ഭാവാധിപനാണ് ചൊവ്വ. അതിനാൽ ശരീരം എന്നതാണ്. കാരണം ചൊവ്വയെ സംബന്ധിച്ചിടത്തോളം തട്ട്, മുട്ട, ക്ഷതം, വീഴ്ച, മുറിവ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്തൂടെ. രണ്ടാമത് അഗ്നിസംബന്ധം എന്ന് പറയും, അതുപോലെ ഇലക്ട്രിസിറ്റിയെ ബാധിക്കുന്നതാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഏത് തരത്തിലായാലും സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. അതാണ് മിഥുനൻ രാശിക്കൂറുകാരോട് പറയാനുള്ളത്. പിന്നെ 4ലെ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നത്, മിഥുനൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വ 4ാം ഭാവമായ കന്നിയിലേക്ക് ദൃഷ്ടി ചെയ്യും. 4ാം ഭാവത്തിൽ പൂർണ്ണദൃഷ്ടിയുണ്ട്, അതുപോലെ 7ാം ഭാവത്തിൽ പൂർണ്ണദൃഷ്ടിയുണ്ട്, 8ാം ഭാവത്തിലുമുണ്ട്. അപ്പം 4ാം ഭാവത്തിലേക്ക് പൂർണ്ണദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പം അത് വീടിനെ ബാധിക്കുന്ന കാര്യവും, വാഹനത്തെ ബാധിക്കുന്ന കാര്യവും, മാതാവിനെ ബാധിക്കുന്ന കാര്യമൊക്കെയാണ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസത്തെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ചൊവ്വായി. അതുപോലെ തന്നെ 12ാം ഭാവത്തിലെ വ്യാഴം, 12ാം ഭാവത്തിലെ വ്യാഴം എന്ന് പറയുമ്പം അത് നഷ്ടസ്ഥാനത്താണ്, ഈശ്വരാധീനം ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. 4ാം ഭാവത്തിൽ അതിന് ദൃഷ്ടിയുണ്ട്. കാരണം ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴം 5ാം ഭാവമായ കന്നിയിലേക്ക് നോക്കുമ്പോൾ അത് മിഥുനൻ രാശിക്കൂറുകാരെ സംബന്ധിച്ച് 4ാം ഭാവമായിട്ട് അങ്ങനെ വരുമ്പോൾ അത് ഒരു നല്ല കാര്യം. എന്നാൽ അധിക ചിലവിനെയും സൂചിപ്പിക്കുന്നുണ്ട്. കാരണം 12ാം ഭാവത്തിലെ വ്യാഴമാണ്. അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസം, ജോലി എന്നിവയൊക്കെ പ്രതീക്ഷിക്കുന്നവർ, അതുപോലെ അന്യദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെയൊക്കെയുള്ളവർക്ക് ഗുണമുണ്ടാകും, അതിനുള്ള സാധ്യതയുണ്ട്. 24, 25 തീയതി ചൊവ്വായ്ക്ക് ചന്ദ്രനുമായിട്ട് ഒരു ബന്ധം വരുന്നത് നല്ലതാണ്. 4ലെ ബുധൻ ബന്ധുക്കളുടെ സഹായത്തെയും ധനലാഭത്തെയും മാതൃകുടുംബക്കാർ വഴിയുള്ള അമ്മയുടെയും അമ്മയുടെ ബന്ധുക്കളെയും അമ്മാവന്മാർ അതുപോലെയൊക്കെയുള്ളവരുടെയും സഹായത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ബുധൻ എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെയും സഹപാഠികളെയും സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമായതുകൊണ്ട് അങ്ങനെയുള്ളവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ സഹായങ്ങളൊക്കെ ലഭിക്കും. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും അനുകൂല സമയവുമാണ്. 12ലെ വ്യാഴം പല വിഷമതയും സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ദൈവാധീനക്കുറവിനെയും സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ്. 5ലെ ശുക്രൻ സന്താനങ്ങൾ വഴി ധനലാഭം, ബന്ധുക്കളുമായിട്ടുള്ള ഒത്തുചേരൽ, വിശേഷപ്പെട്ട അവസരങ്ങളിൽ ഇവരെല്ലാം കൂടി ഒന്ന് ഒത്തുചേർന്നുള്ള ഒരു സന്തോഷം, അത്തരം കാര്യങ്ങളിലൊക്കെ ശുക്രൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സുഖത്തെയും അതുപോലെ തന്നെ സ്ത്രീകളെയും ഒക്കെ സൂചിപ്പിക്കുന്നു. 5ാം ഭാവം എന്ന് പറയുമ്പോൾ സന്താനങ്ങളെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 5ാം ഭാവം അതുപോലെ സുഖത്തിനും വലിയ കുറവൊന്നുമില്ല. 5ാം ഭാവം മനസ്സുകൂടിയാണ്, മനസ്സിനും സുഖം ഉണ്ടാകുന്ന പല സന്ദർഭങ്ങളും ഉണ്ട്. 27ാം തീയതി ശുക്രൻ ധനുവിൽ അംശം ചെയ്തു വരുന്നുണ്ട്. അത് അത്ര മെച്ചമായിരിക്കില്ല. കാരണം ധനു രാശി 7ാം രാശിയാണ്. മിഥുനൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വ 7ാം ഭാവത്തിലേക്ക് നോക്കുമ്പോൾ ശുക്രനും ചൊവ്വയും തമ്മിൽ ഒരു കണക്ഷൻ വരും. അതുകൊണ്ടാണ് അത് അത്ര മെച്ചമല്ല എന്ന് പറയുന്നത്. കാരണം സ്ത്രീകളുമായിട്ടോ അല്ലെങ്കിൽ ഭാര്യയുമായിട്ടോ ഒരു തർക്കത്തിനും ഒരു സ്വരച്ചേർച്ചയില്ലായ്മയ്ക്കും ഒക്കെ ഒരു സൗന്ദര്യപ്പിണക്കത്തിനും ഒക്കെ ഒരു സാധ്യത. ചന്ദ്രൻ 2ാം ഭാവമായ കർക്കിടകത്തിൽ വരുന്നത് മനപ്രയാസത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 27ാം തീയതി പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഭാഗ്യസ്ഥാനത്ത് ശനി നിൽക്കുന്നത് മൂലക്ഷേത്രമായതുകൊണ്ട് വലിയ ദോഷമൊന്നും ചെയ്യത്തില്ല. 11ൽ ശനി അംശകം ചെയ്തു വരുന്നത്
ശുഭനായാലും പാവനായാലും 11-ാം ഭാവം അവരുടെ ഇഷ്ടസ്ഥാനമായതുകൊണ്ട് 11-ാം ഭാവത്തിലെ ശനി വളരെ അനുകൂലമായ ഒരു സാഹചര്യത്തിലാണ്. എങ്കിലും 27-ാം തീയതി ശ്രദ്ധിക്കണം. കാരണം ശുക്രനും ചൊവ്വയും തമ്മിൽ ഒരു കണക്ഷൻ വരുന്ന ഒരു ദിവസവും അതുപോലെ തന്നെ കർക്കിടകത്തിൽ ചന്ദ്രൻ വരുന്ന ഒരു സാഹചര്യമൊക്കെ വരുന്നുണ്ട്. നമുക്ക് കർക്കിടകൻ രാശിയിലേക്ക് പോകുമ്പോൾ കർക്കിടകൻ രാശി എന്ന് പറയുമ്പോൾ പുണർദം 4-ാം പാദം പൂയം ആയില്യം. കർക്കിടക കൂറുകാർക്ക് 3-ലെ സൂര്യൻ ധനലാഭവും കർമ്മഗുണവും ആരോഗ്യ പരിരക്ഷയും സഹോദര ഗുണവും സ്ഥാനലബ്ധിയും ഒക്കെ നൽകുന്ന ഒരു കാര്യമാണ്. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ മനപ്രയാസം ഉണ്ടാക്കും. 12-ലെ ചൊവ്വ പല അനർത്ഥങ്ങൾക്കും വഴിവെക്കും. 9-ൽ ചൊവ്വ അംശകം ചെയ്യുന്നത് ധനനഷ്ടവും പരാജയവും രോഗപ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഒക്കെ ഉണ്ട്. 9-ൽ രാഹു ഉണ്ട്. 4-ലെ ശുക്രന് രാഹു അംശകം ചെയ്ത് നിൽക്കുന്നതും ഒരു സുഖക്കുറവിനെയും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ മിക്കവാറും അലർജി സംബന്ധമായ പ്രശ്നത്തെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 3-ലെ ബുധൻ ശത്രുഭയത്തെയും ബന്ധുവിരോധത്തെയും സ്വജനങ്ങൾ അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 3-ാം ഭാവത്തിൽ വ്യാഴം അംശകം ചെയ്ത് നിൽക്കുന്ന സമയവും നല്ലതല്ല. കാരണം 3-ലെ വ്യാഴവും ഒരു തരത്തിലും മെച്ചം ഉണ്ടാക്കുന്നില്ല. അത് ബുദ്ധിമോശത്തെയും കൂടി സൂചിപ്പിക്കുന്നതാണ്. കാരണം വ്യാഴം ഈശ്വരാധീനത്തെയും ബുദ്ധിയെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമായതുകൊണ്ട് ബുദ്ധിമോശം കൊണ്ടും ചില പ്രശ്നങ്ങളൊക്കെ അവർ തന്നെ ഉണ്ടാക്കാം. പിന്നെ 4-ലെ ശുക്രൻ വീട് വാഹനം മാതാവ് മുതലായവ മൂലം സുഖം തരും. 4-ലെ ശുക്രൻ എന്ന് പറയുമ്പോൾ 4-ാം ഭാവം കൊണ്ടുള്ള വീട്ടിൽ കിട്ടുന്ന എല്ലാ സുഖങ്ങളും ഇവർക്കുണ്ടാകും. അഷ്ടമത്തിലെ ശനിയും 10-ൽ അംശകം ചെയ്യുന്ന ശനിയും ഒരു ഗുണവും ചെയ്യത്തില്ല. കാരണം 10-ാം ഭാവം കർമ്മസ്ഥാനമാണ്. 10-ാം ഭാവത്തിൽ ശനി അംശകം ചെയ്യുക എന്ന് പറയുന്നത് മേടൻ രാശിയാണ്, അത് നീചരാശിയാണ്. അപ്പോൾ കർമ്മദോഷമെന്ന് പറയുന്നത് നീചകർമ്മങ്ങൾ, അതായത് നല്ല കാര്യങ്ങളല്ല. അത് ബുദ്ധിമോശം കൊണ്ട് സംഭവിക്കുന്ന ആ കർമ്മദോഷത്തിൻ്റെ ഫലവും അനുഭവിക്കേണ്ടി വരുന്ന ഒരാഴ്ചയാണ് പറയുന്ന ആഴ്ച. ഈ കർമ്മദോഷത്തിൻ്റെ കാര്യം പറഞ്ഞത് തന്നെ എൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. മറ്റുള്ളവർ പറയുന്നൊന്നും അതുപോലെ അങ്ങ് അംഗീകരിക്കുന്ന ഒരു സ്വഭാവമോ അതുപോലെ തന്നെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു പെരുമാറ്റമോ ഒരു പ്രവൃത്തിയോ ഒന്നുമല്ല. അപ്പോഴപ്പോൾ തോന്നുന്ന ഒരു രീതി അനുസരിച്ച് സ്ഥിരതയില്ലാത്ത ഒരു സ്വഭാവമാണ് ഈ കർമ്മദോഷത്തിന് പ്രധാനമായിട്ട് വരുന്നത്. കാരണം ഇവരുടെ സ്വഭാവം എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ഓരോ സമയത്തും ഓരോ രീതിയായിരിക്കും. ഒരു സ്ഥിരതയെന്ന് പറയുന്നത് കാണാൻ പ്രയാസവുമായി. ചിങ്ങൻ രാശിയെ സംബന്ധിച്ച് പറയുമ്പോൾ ചിങ്ങൻ രാശി എന്ന് പറയുമ്പോൾ മകം പൂരം ഉത്തരത്തിൻ്റെ 1-ാം പാദം, ഇതാണല്ലോ ചിങ്ങൻ രാശി. അപ്പോൾ ഈ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2-ാം ഭാവത്തിലാണ് സൂര്യൻ. അത് ധനനഷ്ടത്തെയും നേത്രരോഗത്തെയും കുടുംബത്തിൽ ഉള്ളവരുമായിട്ട് അല്പം അകൽച്ചയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പറഞ്ഞ കാര്യങ്ങൾ പലതും തെറ്റായി വ്യാഖ്യാനിക്കുക, അധിക ചിലവും ആരോഗ്യ പ്രശ്നവുമൊക്കെ ഉണ്ടാകും. 2-ലെ സൂര്യൻ 8, 9 ഭാവത്തിൽ അംശകം ചെയ്തു വരുന്നത് ആരോഗ്യ പ്രശ്നങ്ങളും 8, 9 ഭാവത്തിൽ അംശകം ചെയ്തു വരുന്നത് ആരോഗ്യ പ്രശ്നവും അതുപോലെ 9-ാം ഭാവം പിതൃസ്ഥാനവും ഗുരുസ്ഥാനവും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കും നല്ല സമയമല്ല. 27, 28 തീയതികളും മെച്ചമല്ല. 11-ലെ ചൊവ്വ ധനലാഭം, സുഖം, അധികാരം, ഭൂമിലാഭം, സ്വർണ്ണലാഭം, സഹോദരങ്ങൾ മൂലം പല വിധത്തിലുള്ള ലാഭം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങൾ തരുന്ന ഒരു കാര്യമാണ് 11-ലെ ചൊവ്വ. അതിനൊക്കെയുള്ള സാധ്യതയും ഈ ആഴ്ചയുണ്ട്. 2-ലെ സൂര്യൻ്റെയും ബുധൻ്റെയും യോഗവും വളരെ നല്ലതാണ്. വിദ്യാഭ്യാസ പുരോഗതി, അതുമൂലം ധനലാഭം, ഏതെങ്കിലും പ്രോജക്റ്റിൻ്റെ പേരിൽ പാരിതോഷികമോ സമ്മാനമോ അതുപോലെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ലഭിക്കും. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പം 5-ാം ഭാവാധിപൻ എന്ന് പറയുന്നത് വ്യാഴമാണ്. അപ്പോൾ ഈ 5-ാം ഭാവാധിപൻ്റെ ദൃഷ്ടി 2-ാം ഭാവത്തിന് ലഭിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് സന്താനങ്ങളിൽ നിന്നുള്ള ധനലാഭം വരാം. അതുപോലെ സന്താനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ധനത്തെ സൂചിപ്പിക്കാം. 2-ാം ഭാവം എന്ന് പറയുമ്പോൾ ധനവും കുടുംബവും ഒക്കെ ആണല്ലോ. അപ്പോൾ കുടുംബപരമായ സഹായം ഉണ്ടാകാം. ആരെങ്കിലും വെളിയിലൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഒരു സഹായം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കർമ്മരംഗത്ത് അത്ര വലിയ പുരോഗതിയൊന്നും ഉണ്ടാകാനുള്ള സാധ്യത. 10-ാം ഭാവത്തിലെ വ്യാഴം സ്ഥാനമാറ്റവും അതുപോലെ തന്നെ ധനനഷ്ടവും
തൊഴിൽപരമായ കാര്യത്തിലെ അപാകതയും ചില തെറ്റുകളും കുറ്റങ്ങളും അപാകതകളും ഒക്കെ കർമ്മരംഗത്ത് സംഭവിക്കാം. അതുപോലെ നേരത്തെ ചെയ്ത ഏതെങ്കിലും കർമ്മദോഷത്തിൻ്റെ ഫലവും നമുക്ക് ചിലപ്പോൾ അനുഭവത്തിൽ വരാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവ ആ ഒരു സാഹചര്യത്തിലാണ് ഈ 10-ലെ വ്യാഴം സൂചിപ്പിക്കുന്നത്. വ്യാഴം ഈശ്വരാധീനത്തെയും കൂടി സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണല്ലോ. 3-ൽ നിൽക്കുന്ന ശുക്രൻ വളരെ നല്ലതാണ്. കാരണം 3, 6, 11 പാവഗ്രഹങ്ങൾക്ക് മാത്രമല്ല 3-ാം ഭാവം ശുക്രനും വളരെ മെച്ചം നല്ല അനുഭവങ്ങൾ തരുന്ന ഒരു ഭാവമാണ്. ബഹുമതി, ധനലാഭം, സുഖം, വസ്ത്രലാഭം, പലവിധ സുഖസൗകര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം. കാരണം ഭൗതിക സുഖത്തെയും അതുപോലെ തന്നെ ആഡംബര ജീവിതത്തെയും സ്ത്രീ സുഖത്തെയും അതുപോലെ ലളിതകലകളുമായിട്ടുള്ള ഒരു ബന്ധത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നതാണ് ശുക്രൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മെച്ചമൊക്കെ ഈ ആഴ്ചയിൽ ഉണ്ടാകാനുള്ള സാധ്യത. മാർഗസ്ഥാനത്തെ ശനി അലസതയും മനോദുഃഖവും ദൂരദേശയാത്രയും കാര്യങ്ങൾക്കെല്ലാം ഒരു അലസതയും മന്ദതയും ഒക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ശനി അലസതയെ സൂചിപ്പിക്കുന്നു, മെല്ലപ്പോക്കിനെ സൂചിപ്പിക്കുന്നതും അതുപോലെ തന്നെ ചില മനപ്രയാസത്തെ സൂചിപ്പിക്കുന്നതൊക്കെയാണ്. 9-ാം ഭാവത്തിൽ മേടത്തിൽ നീചരാശിയിൽ ശനി ദൃഷ്ടി ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഉള്ളതും ഭാഗ്യദോഷവും കർമ്മദോഷത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് കന്നിരാശിയിലേക്ക് പോകുമ്പോൾ, കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്തരത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിരയുടെ 1, 2 പാദങ്ങളിൽ ചേരുന്നതാണ് കന്നിരാശിക്കൂട്. അപ്പോൾ കന്നിരാശിയിൽ സൂര്യൻ, കന്നിമാസത്തിൽ കന്നിരാശിയിലാണല്ലോ സൂര്യൻ നിൽക്കുന്നത്. രോഗവും ദേഹത്തിന് അസ്വസ്ഥതയും ശരീരപീഡയും സഞ്ചാരക്ലേശവും ധനനഷ്ടവും മനപ്രയാസവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഇതിന് ഒരു തടസ്സമുണ്ടാകുന്നത് അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഒന്ന് മാറ്റി നിർത്താൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കന്നിരാശിക്കൂറുകാർക്ക് 9-ൽ നിൽക്കുന്ന വ്യാഴമാണ്. അത് കന്നിരാശിയിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സാധ്യതകളെയൊക്കെ മാറ്റി നിർത്തി ഒരു അമ്മ കുഞ്ഞിനെ എങ്ങനെ സംരക്ഷിക്കുന്നു അതുപോലെ നമുക്ക് വ്യാഴം സംരക്ഷണം നൽകുന്നു എന്നതാണ് അതുകൊണ്ട് സൂചിപ്പിച്ചത്. കാരണം കന്നിരാശിയിലെ സൂര്യൻ ശരീരപീഡയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമുക്കവിടെ വ്യാഴത്തിൻ്റെ ഒരു ആനുകൂല്യം ലഭിക്കുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ ഈശ്വരാധീനം കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ ആഴ്ചയിലുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കന്നിയിൽ ഉച്ചരാശിയിൽ നിൽക്കുന്ന ബുധനും അതുപോലെ തന്നെ സൂര്യനും നിപുണയോഗത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നിപുണയോഗം ഞാൻ നേരത്തെ തന്നെ അതിനുവേണ്ടി തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുമുണ്ട്. അപ്പം അങ്ങനെ ഇതെല്ലാം മൊത്തത്തിൽ നോക്കുമ്പം 2-ാം ഭാവത്തിൽ ശുക്രൻ സ്വക്ഷേത്രവാനായി നിൽക്കുന്നു, 9-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു, അതുപോലെ ജന്മരാശിയിൽ ആദിത്യനും ഉച്ചരാശിയിലെ ബുധനും നിൽക്കുന്നു. ഇതെല്ലാം തന്നെ ധനലാഭം, ജീവിതത്തിൻ്റെ സുഖം, ഭൗതിക സുഖം, സ്ത്രീ സുഖം, ദീർഘമംഗല്യം, ധാർമ്മികത, കലാപരമായ കഴിവ്, പ്രശസ്തി, ജീവിത വിജയം, ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ കന്നിരാശിക്കൂറുകാർക്ക് നൽകുന്നു എന്നതാണ്. 7-ാം ഭാവത്തിലെ രാഹു മാത്രമേ ഉള്ളൂ ഇതിന് അല്പം മോശമായിട്ട് പറയാനുള്ള ഒരു കാര്യം. കാരണം ശനി പോലും നിൽക്കുന്ന 6-ാം ഭാവത്തിലാണ്. അപ്പോൾ 6-ാം ഭാവത്തിലെ ശനി തന്നെ ഏറ്റവും നല്ല ഒരു സ്ഥാനത്താണ് നിൽക്കുന്നത്, പ്രത്യേകിച്ച് മൂലക്ഷേത്രം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 7-ൽ നിൽക്കുന്ന രാഹു മാർഗസ്ഥാനത്ത് അഥവാ കളത്രസ്ഥാനത്ത് മോശമായിട്ടാണ് വരുന്നത്. ഇത് ചില തടസ്സത്തെയോ അല്ലെങ്കിൽ പങ്കാളിയുമായുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളെയോ അങ്ങനെയൊക്കെ സൂചിപ്പിക്കാവുന്ന ഒരു സാധ്യത ഉണ്ട്. ഈ കന്നിമാസത്തിലെ ആയില്യത്തിന്, പ്രത്യേകിച്ച് 7-ാം ഭാവത്തിലെ രാഹുവിൻ്റെ ദോഷത്തിന് ഏറ്റവും പറ്റിയ ഒരു കാലമാണ് കന്നിമാസം. ഈ കന്നിമാസത്തിലാണ് ആയില്യം ഏറ്റവും വിശേഷപ്പെട്ട 2 മാസമാണ്. കന്നിമാസത്തിലെ ആയില്യം, തുലാമാസത്തിലെ ആയില്യം. ഈ കന്നിമാസത്തിലെ ആയില്യത്തിന് സർപ്പക്ഷേത്രങ്ങളിൽ 100ഉം പാലും ഒക്കെ മിക്കവാറും കാവുകളും ഒക്കെ ഉള്ള, അത് കുടുംബക്ഷേത്രങ്ങളായാലും കാണും, അല്ലാത്ത ക്ഷേത്രങ്ങളിലായാലും കാണും. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് വെട്ടിക്കോട്ട, മണ്ണാർശാല ഇങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങളൊക്കെ അതിവിശേഷമാണ്. ഈ കന്നിമാസത്തിലെ ആയില്യം വെട്ടിക്കോട്ട് ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിവസമാണ്, തുലാമാസത്തിൽ മണ്ണാർശാലയിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങളിലും കുടുംബക്ഷേത്രമായാലും ഏത് ക്ഷേത്രമായാലും അവിടെയൊക്കെ 100ഉം പാലും ഒക്കെ കഴിക്കുമ്പോൾ ഈ സർപ്പദോഷം അല്ലെങ്കിൽ രാഹുവിൻ്റെ ദോഷം പൊതുവെ കന്നിരാശിക്കാരിലെ ആ ഒരു പ്രഭാവം കുറയും. ദോഷത്തിൻ്റെ ഒരു
ആ ഒരു കാഠിന്യമൊക്കെ അങ്ങ് മാറും, അല്പം ഗുണമൊക്കെ ലഭിക്കും. എന്നാൽ മറ്റ് കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ മറ്റെല്ലാ വിഷയത്തിലും ഏറ്റവും നല്ല ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ കന്നിക്കൂറുകാർ കന്നിമാസവും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് തന്നെ നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഖഡ്ഗാദി യോഗം. കാരണം ഈ കന്നിമാസത്തിൽ അനുഭവപ്പെടുന്ന ചില ഗ്രഹങ്ങളുടെ യോഗത്തിൻ്റെ ഫലമായിട്ട് കന്നിക്കൂറുകാർക്കുണ്ടാകുന്ന ധനലാഭകരമായ ചില അനുഭവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അതുകൊണ്ട് തന്നെ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഒരുപാട് വിശദീകരണമൊന്നും നൽകുന്നില്ല. എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സമയത്തിലൂടെയാണ് പോകുന്നത്. എന്നാൽ അവിടെ ചില അപാകതകളുള്ളത്. ഒന്ന്, രാഹു. അതുപോലെ തന്നെ അഷ്ടമത്തിൽ ശനി അംശകം ചെയ്തിട്ടുണ്ട്. അത് 6-ൽ മൂലക്ഷേത്രത്തിലെ ശനി ആയതുകൊണ്ട് അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ലെങ്കിലും അഷ്ടമത്തിലെ ശനി ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. കാരണം ആരോഗ്യ പ്രശ്നം ഉണ്ടാകാമെങ്കിലും ജന്മരാശിയിൽ വ്യാഴത്തിൻ്റെ ഒരു ആനുകൂല്യം ഉള്ളതുകൊണ്ട് അത് വലിയ തീവ്രതയായിട്ടൊന്നും അനുഭവപ്പെടത്തില്ല. പ്രത്യേകിച്ചും രാഹുദോഷത്തിന് ഈ പറഞ്ഞതുപോലെ 100 പാലും നടത്തണം. അപ്പോൾ മേടം മുതൽ കന്നി വരെയുള്ള 6 രാശിക്കാരുടെ ഈ ആഴ്ചത്തെ ഫലമാണ് നിങ്ങളുമായി പങ്കുവച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ മറ്റുള്ളവർ കൂടി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.